സഹാബത്തിനിടയിൽ കുടുംബജീവിതത്തിൽ ഏറ്റവും നന്നായി ബറക്കത്തുണ്ടായ ആള് മുഹമ്മദ് നബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒരാളിനോടൊരു ചോദ്യം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുമ്പോൾ 9 ഭാര്യമാര് ഹയാത്തിലുണ്ട്. 11 കല്യാണം നബി തങ്ങൾ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി തങ്ങൾ വഫാത്താവുമ്പോൾ 9 ഭാര്യമാരുണ്ട്. ആയിഷത്തുൻ വാ ഹഫ്സത്തുൻ വാ സൗദ അൻതിസ്ഇ നിസ്വാതിൻ വഫാത്തുൽ മുസ്തഫ ഖുയ്യിറന ഫഖ്തറന നബിയൽ മുഖ്തഫ ആയിഷത്തുൻ വാ ഹഫ്സത്തുൻ വാ സൗദ സോഫിയത്തും മൈമുനത്തും വാ റംല ഹിന്ദും വസൈനബും കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ 9 ഭാര്യമാരുണ്ട്. 11 കല്യാണം നബി തങ്ങൾ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിനോട് ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചതിന് ശേഷം രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോൾ നബിതങ്ങൾ സമ്മതിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ 9 പെണ്ണിട്ടും ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് മോളാണുള്ളത്. പുതിയാപ്പള മരോന് ഒരു പെണ്ണുടിയും കെട്ടാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോൾ കൊടുത്തതുമില്ല. ഇരട്ടത്താപ്പല്ലേ എന്ന് ചോദിച്ചു. നല്ല ചോദ്യമാണ്, ചോദ്യത്തിനൊന്നും കുഴപ്പമില്ല. ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും ആദ്യം ചെയ്യേണ്ടത് ഏതാണ് ആ ഹദീസ്, എവിടെയാണ് ആ ഹദീസ്, ആ ഹദീസിന്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ്, ഇതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അലി റളിയല്ലാഹുവിന് സമ്മതം ചോദിച്ച ഹദീസ് ഇമാം തുർമുദി റളിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ആ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അലി റളിയല്ലാഹുവിന് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ അതിന് കൊടുത്ത മറുപടി, അലിയെ നീ രണ്ടാമതൊരു കല്യാണം കഴിക്കരുത്. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ മകളെയും അള്ളാഹുവിന്റെ ശത്രുവിന്റെ മകളെയും ഒരു വിരിപ്പിൽ ഒരുമിച്ച് കൂട്ടാൻ പാടില്ല എന്നാണ് കൊടുത്ത മറുപടി. അതായത് രണ്ടാമത് കല്യാണം ആലോചിച്ചിരുന്നത് അബൂജഹലിന്റെ മകളായിരുന്നു എന്നതാണ് പ്രശ്നം. അല്ലാതെ രണ്ടാമത് കല്യാണം കഴിക്കാൻ സമ്മതം കൊടുക്കാതിരുന്നതല്ല. രണ്ടാമത് കെട്ടാൻ പോണത് അബൂജഹലിന്റെ മകളെയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മകളെയും അള്ളാഹുവിന്റെ ശത്രുവിന്റെ മകളെയും ഒരു വിരിപ്പിൽ ഒരുമിച്ച് കൂട്ടുന്നത് ശരിയല്ല അലിയേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 കല്യാണം കഴിച്ചു. എന്താണ് 9 വിവാഹത്തിലെ ഉസ്വത്തുൻ ഹസന, നല്ല മാതൃക എന്നൊരാൾ ചോദിച്ചു. നല്ല ചോദ്യമാണ്. 9 വിവാഹത്തിലെ ഉസ്വത്തുൻ ഹസന എന്താണെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിക്കും ഖിയാറുക്കും ഖിയാറുക്കും ലി അസ്വാജിക്കും. നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആൾ നിങ്ങളുടെ ഭാര്യമാർക്ക് ഏറ്റവും ഖൈറായ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. ഒരാൾക്ക് പോലും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമല്ലാതെ മറ്റൊന്നുമില്ല എന്നതാണ് മാതൃക. ആയിഷ ബി റളിയല്ലാഹു അൻഹ 2300 ചില്ലാനം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അധിക ഹദീസുകളും മുസ്തഫ നബി തങ്ങൾ വഫാത്തായിട്ട് 20 വർഷത്തിന് ശേഷമാണ്. ആയിഷ ബി റളിയല്ലാഹു അൻഹയോട് സഹാബത്ത് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? 20 കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞു, കാന ഖുലുഖു അൽ ഖുർആൻ. നമ്മളിൽ അധികൾക്കും ഒരു പെണ്ണുങ്ങളാണുള്ളത്. നമ്മളെ ഭാര്യമാർക്ക് നമ്മളെ പറ്റി എന്തേക്കാര അഭിപ്രായം, അത് വെച്ചിട്ട് നബി തങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്താ മാതൃക എന്ന് പരിശോധിക്കണം. നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെക്കേണ്ടത് ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവുമാണ്. സ്വഭാവ സർട്ടിഫിക്കറ്റിൽ സ്വന്തമായിട്ട് ഒപ്പിട്ടിട്ട് ഒരു കാര്യമില്ല. സ്വഭാവ സർട്ടിഫിക്കറ്റിൽ അവനോ ഒപ്പിട്ടിട്ട് കാര്യമില്ല. പുതിയാപ്പിള എങ്ങനെ ഉണ്ട് എന്ന് പുതിയെണ്ണ എങ്ങനെ ഉണ്ട് എന്ന് പുതിയാപ്പിളയാണ് ഒപ്പിടേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് 9 ഭാര്യമാരിൽ ആർക്കും ഒരഭിപ്രായ വ്യത്യാസമില്ല. ആയിഷ ബീവിയുള്ള ഏറ്റവും ചെറിയ കുട്ടി ആയിഷ ബീവിനോട് ചോദിച്ചു, കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഖുർആനിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നബി തങ്ങളിലുണ്ട് എന്ന് 20 വർഷം കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്ന തന്നെയാണ് മാതൃക. നമുക്ക് ഒരാളൊപ്പം ജീവിച്ചിട്ട് പോലും
അങ്ങനെ എത്താൻ വേണ്ടി പറ്റണില്ല. നബി തങ്ങൾ വഫാത്താകുമ്പോൾ 9 ഭാര്യമാരുണ്ടായിട്ട് 10-30 വർഷം കഴിഞ്ഞിട്ട് പോലും ഒരാൾക്ക് പോലും നബി തങ്ങളോടൊപ്പമുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറയാനുണ്ടായിരുന്നില്ല. കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ലൈംഗിക ജീവിതം തന്നെയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈംഗിക ജീവിതം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള ആൺകുട്ടിയാണ് ഞാനെന്ന് ലോക ചരിത്രത്തിൽ തെളിയിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞത്. അപ്പൊ കുടുംബജീവിതത്തിലെ ഏറ്റവും ബറക്കത്തുണ്ടായ ആള് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മളിങ്ങനെ സ്വഹാബത്തിനൊക്കെ പരിശോധിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ ബറക്കത്തുണ്ടായ ഒരുപാട് മനുഷ്യന്മാരെ കാണും. ലോക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ചരിത്രത്തിൽ അറിയപ്പെട്ട മിക്കവാറും ആൾക്കാരെ ഉമ്മാരാണ് നോക്കിയത് എന്ന് കാണാം. പാപ്പ നോക്കിയിട്ടില്ല എന്നല്ല, എന്നാലും നമ്മളിങ്ങനെ അമ്പിയാക്കളിൽ വരെ അങ്ങനെ കാണാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ട് ഉമ്മയാണ് നോക്കണേ. മൂസ നബി അലൈഹി ഇസ്ലാമിന് ഉമ്മയാണ് നോക്കണത്. ഈസ നബി അലൈഹി ഇസ്ലാമിന് ഉമ്മയാണ് നോക്കണത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ഉമ്മയാണ് നോക്കണത്. എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? മുഹമ്മദ് നബി അമ്മയെ നോക്കിയത് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ മുമ്പ് അപ്പ മരിച്ചു. ഉമ്മയാണ് നബി തങ്ങളെ നോക്കിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉമ്മയാണ് നോക്കിയത്. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരേ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോ അവര്. മാത്രല്ല 25 വയസ്സ് വരെ ഉമ്മാന്റെ അടുത്ത് നിന്നാണ് വിദ്യാഭ്യാസം വേണ്ടിയത്. 25 ദിവസം പോയിട്ട് 20 ദിവസം വിദ്യാഭ്യാസം കൊടുക്കാനുള്ള നമ്മളെടുത്തുണ്ടോ എന്ന് ആലോചിക്കണം. 25 കൊല്ലം ഹൗസുല്ലാദം ഉമ്മാന്റെ അടുത്താണ് പഠിച്ചത്. പിന്നെ 25 കൊല്ലം വിദേശ പഠനം നടത്തി 50 കൊല്ലം. 45 വർഷം മഹാനവറുകൾ ദർസ് നടത്തി. 40 കൊല്ലം വഅദ് പറഞ്ഞു. 65 കൊല്ലം കച്ചവടം ചെയ്തു. 90 വയസ്സ് വരെ ജീവിച്ചു. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ. ഇരിയനായകൽ കേട്ടാരേയിരുന്നോവർ. 40 ഇറ്റാണ്ടോളം വഅദ് പറഞ്ഞോവർ. നന്നായി 90 കൊല്ലം ഇരുന്നോവർ. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ തന്നെ. അപ്പോ ചരിത്രം അങ്ങനെ പരിശോധിച്ച കുറെ ആൾക്കാരുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹുവിനെ ഉമ്മയെ നോക്കണേ. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹുവിനെ ഉമ്മ നോക്കിയതാണ്. മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ വാപ്പ ഫറൂഖ് മൂപ്പരുടെ ചെറുപ്പകാലത്ത് രാജ്യം വിട്ടുപോയതാണ്. കുറെ കാലം കഴിഞ്ഞിട്ട് മടങ്ങി വന്നു. അപ്പോഴേക്ക് മാലിക് ഇമാം മദീനത്തെ പള്ളിയിൽ മുദരിസായിട്ടുണ്ടായിരുന്നു. ഉമ്മ നോക്കി. ഇമാം ബുഖാരി റളിയല്ലാഹുവിന് ചെറുപ്പത്തിൽ കണ്ണിന് കാഴ്ച കുറവായിരുന്നു എന്നാണ്. ഉമ്മ ദോരന്ന് കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചു. മഹാനായ സയ്യിദുന മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഒക്കെ ഉമ്മാരാണ് എല്ലാത്തിൻ്റെയും പിന്നിലുള്ളത്. ടിപ്പു സുൽത്താൻ യുദ്ധങ്ങൾ ജയിച്ചെടുക്കി എന്നറിഞ്ഞപ്പോ വാപ്പയായ ഹൈദർ അലി ഖാൻ പറഞ്ഞു അത്രേ, അതിന്റെ രഹസ്യം അവന്റെ ഉമ്മയാകുന്നു എന്ന്. അതുകൊണ്ട് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ എന്നാണ്. അംഫുസക്കും വാഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബം അഹ്ല് ബന്ധുക്കളുടെ ശരീരത്തെയും നരകത്ത് നിന്ന് കാക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞത് നരകത്ത് നിന്ന് സലാമത്താകുക എന്നുള്ളതാണ്. സത്യത്തിൽ കുടുംബജീവിതം സ്വർഗത്തിലേക്കുള്ളതാണെന്ന് സൂറത്ത് യാസീനിലുണ്ട്.
യാസീൻ സൂറത്ത് എന്ന് പറയുന്നത് ഖുർആന്റെ ഖൽബാണ്, ഹൃദയമാണ്. ലികുല്ലി ഷൈഇൻ ഖൽബുൻ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആനിന്റെ ഹൃദയം എന്നത് യാസീൻ സൂറത്താണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യാസീൻ സൂറത്തിലുണ്ട് കല്യാണം സ്വർഗ്ഗത്തിലുള്ളതാണ്. എവിടെ? ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഹും അവരും വഅസ്വാജുഹും അവരുടെ ഇണകളും. ഏത് ഇണ? ദുനിയാവത്തെ അതേ ഇണ, ഇവിടുത്തെ അതേ ഭാര്യയും ഇവിടുത്തെ അതേ ഭർത്താവും തന്നെയാണ് സ്വർഗത്തിലെ. സത്യത്തിൽ സ്വർഗ ജീവിതത്തിനുള്ള ഒരുക്കമാണ് കുടുംബജീവിതം. അതിൽ ഓരോ കാര്യവും സ്വർഗത്തിൽ കാണും. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഷഹീദിന്റെ കൂലി ഉണ്ടാവുമെന്നാണ്. ഒരു ഷഹീദിന് 1 ഷഹീദിന്റെ കൂലിയുള്ളൂ. സയ്യിദുൽ ശുഹദാ ഹംസത്തുൽ കറാറാണ് റളിയല്ലാഹു അൻഹു. ഉഹദ് സയ്യിദു ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു. ഹംസത്തുൽ കറാരി അമ്മിൽ മുസ്തഫ അസദുൽ ഇലാഹി വ സയ്യിദുൽ ശുഹദാ. സയ്യിദു ശുഹദാ സയ്യിദുനാ ഹംസയാണ് റളിയല്ലാഹു അൻഹു ആണ്. നിങ്ങളുടെ നോട്ടം കണ്ടാൽ തങ്ങൾ വരും പോലെ ഉണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മുഅ്മിനീങ്ങളെ, അപ്പൊ സയ്യിദുൽ ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദിൽ ഷഹീദായി എന്ന് പറഞ്ഞാല് ബാക്കിൽ നിന്ന് വഹ്ശി ചാട്ടുളി എറിഞ്ഞു ഹംസ റളിയല്ലാഹു അൻഹു കുമ്പിട്ടുന്നപ്പോ. അങ്ങനെ വീണ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് കയറിയിരുന്നിട്ട് നെഞ്ച് കുത്തി കീറിയിട്ട് ഉള്ളുക്ക് കൈയിട്ട് കരള് വലിച്ചെടുത്ത് വായയിലിട്ട് ചവച്ചു തുപ്പി. എന്നാൽ ഹംസ റളിയല്ലാഹു അൻഹുവിന് 1 ഷഹീദിന്റെ കൂലിയാണ്. ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഷഹീദിന്റെ കൂലിയാണ്. ശുഹദാക്കളിൽ ഏറ്റവും പ്രസിദ്ധനായ ആള് ഹുബൈബ് റളിയല്ലാഹു അൻഹു ആണ്. മക്കയിൽ ഷാറ ശുഹദ എന്ന് പറയുന്ന ശുഹദാക്കളുടെ പേരിലുള്ള റോഡുണ്ട്, ശുഹദ റോഡ്. ആ ശുഹദ റോഡിന്റെ തുടക്കത്തിൽ ഒരാളുടെ ഖബറുണ്ട്, അതുകൊണ്ടാണ് അതിനാ പേര് വന്നത്. അത് ഹുബൈബ് റളിയല്ലാഹു അൻഹു എന്ന ഷഹീദിന്റെ ഖബറാണ്. ഏതാ ഹുബൈബ്? മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പഠിപ്പിക്കാൻ കുറച്ച് ആൾക്കാരെ വേണമെന്ന് പറഞ്ഞാണ്ട് 7 ഹാഫിലിങ്ങളെ കൊണ്ടുപോയി. 6 ആൾക്കാരെ വഴിയിൽ നിന്ന് കൊന്നു, ഒരാൾ ബാക്കിയായി. അതാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുകുമരത്തിലേറ്റിയിട്ട് ശത്രുക്കൾ അമ്പെയ്തു. മുൻവശത്ത് മാത്രം 90-ലധികം മുറിവുകൾ പറ്റി അരിപ്പ പോലെയായി ശരീരം. റൂഹ് പിരിയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഹുബൈബേ, നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിൽ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ പറഞ്ഞാൽ കഴുകുമരത്തിൽ നിന്ന് താഴെ ഇറക്കി ഞങ്ങൾ ചികിത്സിക്കാം. അതിൽ പറഞ്ഞു, എന്റെ ഈ അവസ്ഥക്ക് പകരം എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. അതാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന് 1 ഷഹീദിന്റെ കൂലിയാണ്. ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഷഹീദിന്റെ കൂലിയാണ്. അതുകൊണ്ട് കുടുംബജീവിതം ഒരിക്കലും ദുന്യാവുക്കുള്ളതല്ല, ആഖിറത്തുക്കുള്ളതാണ്. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചു, അതിൽ അവനൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും അള്ളാഹു മാതാപിതാക്കളുടെ ഏടുകളിൽ ഹസനാത്തിനെ എഴുതി വെക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പാക്കും ഉമ്മാക്കും കുട്ടി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകുന്നത് വരെ അല്ല, മരിക്കുന്നത് വരെയാണ്. നമ്മൾ മരിക്കുന്നത് വരെ ഈമാനിലായി ജീവിച്ച് ഈമാനിലായി മരിക്കുന്നത് വരെയുള്ള ഈമാനോട് കൂടെയുള്ള ഓരോ ശ്വാസത്തിനും ഉമ്മാന്റെ പാപ്പാന്റെ ഏടിൽ ഓരോ ഹസനാത്തുകൾ എഴുതുന്നു എന്നതാണ്. അതാണ് സംഗതി, അതാണ് കുടുംബജീവിതം. അതുകൊണ്ട് കുടുംബജീവിതം പിടിക്കുള്ളതല്ല, സ്വർഗത്തേക്കുള്ളതാണ്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായാലും നല്ലവർക്ക് തന്നെ ജീവിക്കുള്ളൂ. ഇത് സ്വർഗത്തേക്കുള്ളതാണ് എന്ന്. എന്തെല്ലാം കുറവുണ്ടോ അതൊക്കെ നേരാക്കി തരും. സ്വർഗത്തിലാരും കറുത്തവരില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ എല്ലാവർക്കും എപ്പോഴും 33 വയസ്സാണ്. ഇന്നലെ 33, ഇന്നും 33, നാളെ 33, എന്നും 33.
ഹും വഅസ്വാജുഹും, അവരും അവരുടെ ഇണകളും, ഫീ ദിലാലിൻ, മരത്തിന്റെ താഴ്ഭാഗത്ത്, അലൽ അറായിക്കി, അരീക്കത്തി എന്ന കട്ടിലിന്മേൽ, മുത്തക്കിഊൻ, ചാരിയിരിക്കും. ലഹും, അവർക്കുണ്ടാവും, ഫീഹാദിൽ ഫാക്കിയത്തുൻ, പഴങ്ങളും, വലഹും മാ യദ്ദഊൻ, പിന്നീട് അവർ ആവശ്യപ്പെടുന്ന എല്ലാ വസ്തുക്കളും. അതുകൊണ്ട് കുടുംബജീവിതം സ്വർഗത്തേക്കാണ്. ആ ഒരു നീയത്തിന് ക്ലിയർ ആയാൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇതിലെ ഓരോ പ്രയാസങ്ങൾക്കും ഓരോ സന്തോഷങ്ങൾക്കും രണ്ടിനും അള്ളാഹു നാളെ കൂലി തരുന്നുണ്ട്. സഹാബത്ത് ചോദിച്ചു നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇങ്ങനെ കളിച്ചാൽ കൂലിട്ടു ചോദിച്ചു. ഇങ്ങനെ കൊത്തുങ്ങല്ല അടിയാൽ കളിച്ചാൽ കൂലിട്ടോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഹത്താമാ യജ്അലു ഫീ ഇംറഅതിക, നീ ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുളങ്ങനെ വെച്ചു കൊടുത്താൽ അതിനും നിന്റെ റബ്ബ് നിനക്ക് കൂലി നൽകുമെന്ന് പറഞ്ഞു. അതാണ് കുടുംബജീവിതം. അതുകൊണ്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട്, സ്വർഗത്തേക്കുള്ള ഒരുക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, നിയത്ത് കറക്റ്റ് ചെയ്തിട്ട്, 1,24,000 അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടുണ്ട്. അതിൽ ഒരു നബി ഒഴിച്ച് ബാക്കി എല്ലാവരും കുടുംബജീവിതം നടത്തിയിട്ടുണ്ട്. ഒരു നബി മാത്രം ബാക്കിയുണ്ട്, ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി ഇറങ്ങി വരുമെന്നും, വിവാഹിതനാകുമെന്നും, കുടുംബജീവിതം നയിക്കുമെന്നും, മക്കളുണ്ടാകുമെന്നും, മരണപ്പെട്ട് മദീനയിൽ റൗള ഷരീഫിന്റെ പുറത്തായി മഹാനവറുകൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സ്ഥലമുണ്ട്, അവിടെ മറവ് ചെയ്യുമെന്നുമാണുള്ളത്. അതോടുകൂടി 1,24,000 അമ്പിയാക്കളും ചെയ്ത ഇബാദത്തായി വിവാഹം മാറും. അതുകൊണ്ട് കുടുംബജീവിതം, ഭാര്യ ഭർത്താവുമാരും ഒന്നിച്ചുള്ള ജീവിതം, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് സംസാരിക്കുന്നത് വരെ ഇബാദത്തായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. റഹിമല്ലാഹു മൻ ഗസല വഗ്തസല, ഹബീബുനാ റസൂലുള്ളാഹി. ജിമാ ചെയ്തവനും ജിമാഇന് വിധേയയായ സ്ത്രീക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യും എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഒരർത്ഥത്തിൽ കുടുംബജീവിതത്തെ മനസ്സിലാക്കി നല്ല കുടുംബജീവിതം നയിക്കാനും, ബറക്കത്തുള്ള കുടുംബജീവിതം, ബറക്കത്തുള്ള മക്കള്, ബറക്കത്തുള്ള വീട്, ബറക്കത്തുള്ള നാട്. ഒരു നാട്ടുകാർക്ക് ബറക്കത്തുണ്ടാകുമ്പോൾ തന്നെയാണ് ആ നാട് ബറക്കത്തുള്ള നാടാകുക. അതുകൊണ്ട് അതിനൊക്കെ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.